ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ തുടങ്ങിയ ഒരു ജേണിയാണ്. വിഴിഞ്ഞത്തുനിന്ന് വരുന്ന ഒരു കൊച്ചു ചെറുക്കന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരാളായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു വലിയൊരു ഗൂസ് ബംസ് തരുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഇന്ത്യൻ കുപ്പായിട്ട് എൻ്റെ നാട്ടുകാരും എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടുകാരുടെ ഫ്രണ്ടിൽ ആ ഒരു ഡ്രീം ഒരു ഭയങ്കര ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് തന്നെ ആയിരിക്കും. നമ്മുടെ വിഘ്നേഷ് പുത്തൂർ പോലെ ഒരാൾ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ഹിഡൻ ടാലൻ്റ് ആയിരുന്നു. പക്ഷേ ആ KCL കളിച്ചുകൊണ്ട് മാത്രമാണ് പുള്ളി മുംബൈ ഇന്ത്യൻസ് ടീമിലൊക്കെ വന്നത്, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സ്പിന്നറായി മാറിയത്. സൂര്യൻ ഞാനും കുറേ ഡൊമസ്റ്റിക് മാച്ചസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പായിട്ട് മാറിയതിൽ വലിയ സന്തോഷമുണ്ട്. രാജസ്ഥാൻ റോയൽസ് അതിൻ്റെ അഡ്മിൻ മലയാളിയാണ്. നമ്മൾ എവിടെ പോയാലും അവിടെ ഒരു മലയാളി കാണുമെന്ന് പറയുമല്ലോ. അപ്പോൾ ഞാൻ രാജസ്ഥാൻ റോയൽസ് ഓഫീസിൽ പോയപ്പോൾ അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിൽ ഒരു മലയാളി ഉണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുട്ബോളർ ചോദിച്ചാൽ ലയണൽ മെസ്സിയാണ്. ഷമ്മി ഹീറോ ഹീറോ. അപ്പോൾ അങ്ങനെ പോയി ഞാൻ പറഞ്ഞ് ചേട്ടൻ ഇത് കാണിച്ചു, ചേട്ടാ ഇത് ഇപ്പോൾ ഭയങ്കര ഇതാണ്, നമുക്കൊന്ന് ചെയ്താലോ. മ്യൂസിക് നമ്മുടെ മലയാളം സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു സാക്രിഫൈസ് എൻ്റെ വൈഫിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. സഞ്ജു അങ്ങോട്ടാണ് ഇഷ്ടം പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തന്നെയാണോ? പിന്നെ അങ്ങോട്ട് പറഞ്ഞ് പുച്ഛിച്ചല്ലേ. ശ്രീശാന്ത് ചേട്ടനെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇന്ത്യ കളിക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ. അപ്പോൾ ചേട്ടനെ ഈ വർഷം KCL മിസ് ചെയ്യുമെന്നൊക്കെ എല്ലാവർക്കും ഉള്ളപ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് റെഡിയാക്കാം എന്നുള്ളൊരു റിക്വസ്റ്റ് ഞാൻ വിനോദ് സാറിന് പറഞ്ഞിട്ടുണ്ട്. സഞ്ജു വെൽക്കം. താങ്ക് യു ജോഷേട്ടാ. ഒരുപാട് നാളായി സഞ്ജുവിനെ കിട്ടാറില്ല നമുക്ക്. അപ്പോൾ വേൾഡ് കപ്പിന് ശേഷം ഒന്നും തീരെ കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ വലിയ സന്തോഷം. തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി സമയം ചോദിച്ചില്ല, സന്തോഷം. നമ്മളൊരു കേരളത്തിലെ ആദ്യത്തെ ഒരു കംപ്ലീറ്റ് സ്പോർട്സ് പ്ലാറ്റ്ഫോം എക്സ്ക്ലൂസീവ്ലി സ്റ്റാർട്ട് ചെയ്യാണ്. കേരളത്തിൻ്റെ ഒരു സ്പോർട്സ് ഐക്കൺ എന്നുള്ള നിലയ്ക്ക് സഞ്ജുവിന് അതെ എന്തായാലും വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ വലുതായിട്ട് കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ വർഷങ്ങളായി. അപ്പോൾ 12 വയസ്സ് മുതലേ ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുതലേ കുറേ മീഡിയയുടെ സപ്പോർട്ടും കുറേ കൂട്ടുകാരും കുറേ നല്ല റിലേഷൻസ് മീഡിയയിലുണ്ട്. അപ്പോൾ ഒരാൾക്ക് കൊടുത്ത് കഴിയുമ്പോൾ ബാക്കി ആൾക്കാർ പിണങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി 1-2 ആൾക്കാരല്ല, കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബാക്ക് മാറി നിൽക്കുന്നത്, അല്ലാതെ ഒരു വേറെ ഫീലൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യമാണ്. പിന്നെ എന്തായാലും കേരളത്തിലൊരു സ്വന്തമായിട്ടുള്ളൊരു സ്പോർട്സ് ചാനൽ തുടങ്ങുന്നതിൻ്റെ ഒരു വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നാട്ടിൽ കേരള ക്രിക്കറ്റ് മാത്രമല്ല, കേരളത്തിലെ സ്പോർട്സ് കൾച്ചർ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത്രയും വലിയൊരു ഹിസ്റ്ററി ഉള്ളൊരു നാട് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാനൽ, ഒരു സ്പോർട്സിന് മാത്രമായിട്ടൊരു വിങ് തുടങ്ങുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കുറേ നല്ല സ്റ്റോറീസ് പുറത്തു വരാൻ കഴിയും. അപ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് സ്പോർട്സിൽ ഇറങ്ങാൻ പറ്റും. കുറച്ചുകൂടെ ഡീപ്പായിട്ട് കുറേ ആൾക്കാരുടെ ജീവിതത്തിലോട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ്, അത്ര എളുപ്പമല്ല. കേരളത്തിൽ നിന്ന് വളർന്നു വന്ന സ്പോർട്സിലൊരു പേരുണ്ടാക്കുന്ന വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ ആ ഒരു ബാക്കിങ്ങും ആ സപ്പോർട്ടും ഉണ്ടാകുന്ന ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുന്നതെന്ന് വെച്ചാൽ വലിയ സന്തോഷമുണ്ട്. സഞ്ജു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരമ്പര്യം, നമുക്കിപ്പോൾ 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ ശ്രീജേഷ് നമുക്കുണ്ട്, EM വിജയൻ ഉൾപ്പെടെ സഞ്ജു, ശ്രീശാന്ത്, അഞ്ജു ബോബി ജോർജ്, PT ഉഷ അടക്കമുള്ള ലെജൻസ് നമുക്ക് ഒരുപാടുണ്ട്. ആ ഒരു കായിക പാരമ്പര്യം പിന്തുടരാൻ വേണ്ടി പുതിയ ജനറേഷനിലെ കുട്ടികളോട് സഞ്ജുവിന് എന്താണ് ഒരു ഇത് പറയാനുള്ളത്? ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ സ്പോർട്സ് ഒരു ടൈം പാസ് ആയാലും അതൊരു ടൈം പാസ് തന്നെ ആയിരിക്കും. ഒരു സ്പോർട്സ് എന്ന് വെച്ചാൽ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു ഫീല് തോന്നുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഇന്ന് സ്പോർട്സിന് വേണ്ടി എന്ത് ചെയ്യണം, ഇന്ന് ക്രിക്കറ്റിന് വേണ്ടി എന്ത് ചെയ്യണം, ഓക്കെ രാവിലെ ജിമ്മിൽ പോകാം, രാവിലെ ജിമ്മിൽ പോയിട്ട് ബോഡി കറക്റ്റായിട്ട് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാം, അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം, അത് കഴിഞ്ഞ് വൈകിട്ട് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോകണം, അത് കഴിഞ്ഞ് റിക്കവറി ചെയ്യണം. അപ്പോൾ ഒരു ലൈഫ് ഫുള്ളും സ്പോർട്സിനെ റിവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ലൈഫാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കും സമയവും അത്രയ്ക്ക് ഡെഡിക്കേഷനും നമ്മൾ സ്പോർട്സിന് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ സ്പോർട്സ് നമ്മൾ തിരിച്ച് സ്നേഹിച്ച് തുടങ്ങും എന്നുള്ളൊരു പാഠമാണ് എന്നെ സ്പോർട്സ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ യങ്സ്റ്റേഴ്സ് ചെറുതായിട്ടൊന്ന് മനസ്സിൽ വച്ചിരിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ എന്നുള്ളൊരു ഫീൽ എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ സഞ്ജുവിന് ഒരു പടം കാണിക്കട്ടെ, ഇത് ഓർമ്മയുണ്ടോ? അടിപൊളി. എൻ്റെ ടീഷർട്ട് കണ്ടിട്ട് എന്തോ ഫസ്റ്റ് ഇന്റർനാഷണൽ സഞ്ജു പോവാണ് സിമാൻ സീരീസിനുള്ള. 10 വർഷം മുമ്പ് ഇപ്പോൾ ഇന്നലെയാണ് ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വന്നത്, 10 years ago യു ആർ വിത്ത് സഞ്ജു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. ഭയങ്കര പ്രൗഡ് തോന്നി. അപ്പോൾ
സഞ്ജുവിൻ്റെ യാത്ര അവിടെ നിന്ന് തുടങ്ങി. അതെ. ടീം ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡ് വരെ, ലോകകപ്പ് വരെ നേടാൻ കഴിഞ്ഞു. അപ്പോൾ പ്രതിഭകൾക്ക് മഞ്ഞമില്ലാത്ത ഇന്ത്യൻ ടീമിൽ കയറി പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, വലിയ റിസ്ക്കുള്ള കാര്യമാണ്. അതിൽ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ കഴിയാന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഈ ഒരു ജേർണി ത്രൂ ഔട്ട് എങ്ങനെയാണ് കാണുന്നത് നീലക്കുപ്പായത്തിൽ? ജേർണി ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ തുടങ്ങിയ ഒരു ജേർണിയാണ്. അപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് വരുന്നൊരു ചെറിയ ചെറുക്കന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരാളായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു വലിയൊരു ഗൂസ് ബംസ് തരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും കൂടെ നിൽക്കുന്നവരൊക്കെ അത് കുറച്ച് പാടാണല്ലോ, അതെങ്ങനെ പറ്റും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചുറ്റിലുള്ള എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് അവരെല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് എന്നെ അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡ്രീംസ്. നമ്മൾ ഡ്രീംസ് ഉറപ്പായിട്ട് നമുക്ക് ഡ്രീം എന്ന് പറയുന്ന വാക്കേ അങ്ങനെയാണല്ലോ, നമ്മൾ കുറച്ച് വിചാരിക്കാത്ത ഒരു സംഭവം മനസ്സിലുണ്ടാകുമ്പോഴാണ് അത് ഡ്രീം എന്നെല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോൾ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉറപ്പായിട്ടും കുറേ സെറ്റ് ബാക്സ് ഉണ്ടാകും, കുറേ ഫെയിലിയേഴ്സ് ഉണ്ടാകും, കുറേ സംശയങ്ങളുണ്ടാകും, കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം ദൈവം സഹിച്ച് എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മെമ്മറീസാണ്, ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കുറേ സ്ട്രെങ്സ്, കുറേ അവെയർനെസ് എൻ്റെ ശരീരത്തിനെ പറ്റി, എൻ്റെ മനസ്സിനെ പറ്റി, ഞാൻ ചിന്തിക്കുന്ന രീതികളെ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ ജേർണിയിലൂടെ. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സാണ് ഞാൻ കരുതുന്നത്. ഉറപ്പായിട്ടും കുറേ നല്ല കോൺട്രിബ്യൂഷൻ എൻ്റെ കൺട്രിക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിയും വലിയൊരു അച്ചീവ്മെൻറ്റ്സ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഇൻറ്റേർണലി ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് വളർന്നെന്നുള്ളൊരു രീതി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും എൻ്റെ അവസാനത്തെ ദിവസം വരെ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയാണ് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നത് എൻ്റെ ഈ ജേർണിയിൽ. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് സഞ്ജുവിൻ്റെ കരിയറിലുണ്ട്. അപ്പോൾ ഈ 10 വർഷ കാലയളവിൽ കളിക്കേണ്ട അത്ര മത്സരങ്ങൾ സഞ്ജു കളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ പറയുന്നു ഇല്ല, സഞ്ജുവിന് കുറച്ചധികം മത്സരങ്ങളും കൂടി കിട്ടണമായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ പക്ഷേ റീസെൻ്റ്ലി കുറച്ചധികം മത്സരങ്ങൾ സഞ്ജുവിന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഗംഭീറായാലും സൂര്യയായാലും ഒക്കെ അവരുടെ ഒരു സപ്പോർട്ട്, പ്രത്യേകിച്ച് സൂര്യ എവിടെ പോയാലും സഞ്ജുവിൻ്റെ ഒപ്പം ഉള്ളൊരു ഫോട്ടോ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇതിടാറുണ്ട്. അപ്പോൾ ഒരു സൂര്യയുമായിട്ടുള്ള ഒരു ബോണ്ട് എങ്ങനെയാണ് സഞ്ജു കാണുന്നത്? സൂര്യ ഞാനും കുറേ ഡൊമസ്റ്റിക് മാച്ചസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്, ഭാരത് പെട്രോളിയം BPCLലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി കുറേ മാച്ചസ് ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഇന്ത്യ കളിക്കുന്നതിന് മുമ്പ് നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സ് പോലെ കുറേ മാച്ചസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു റിലേഷനാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പായിട്ട് മാറിയതിൽ വലിയ സന്തോഷമുണ്ട്. വലിയൊരു തലമുറ മാറ്റം ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വിരാട് ഭായ്, രോഹിത് എല്ലാവരും റിട്ടയർ ആവുന്നു. ഗില്ലിൻ്റെ കീഴിലൊരു യങ് ഇന്ത്യ ടെസ്റ്റ് സൈഡ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടീമിനെ എങ്ങനെയാണ് സഞ്ജു കാണുന്നത്? എല്ലാം സഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. യെസ്. അത് ഭയങ്കര ചലഞ്ചിങ് ഒരു സീരീസ് ആയിരുന്നു. സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും വിചാരിച്ച് എൻ്റെ അമ്മോ ഇത് കുറച്ച് യങ് സൈഡാണ്, യങ് ക്യാപ്റ്റനാണ്, ഇംഗ്ലണ്ട് കണ്ടീഷൻസാണ്, എന്താവും എന്ന് അറിഞ്ഞുകൂടാ. അന്ന് കാത്തിരുന്ന് നോക്കിയ ഒരു സീരീസ് നമ്മൾ ഡോമിനേറ്റ് ചെയ്തെന്നുകൊണ്ട് തന്നെ പറയാം. നമ്മൾ കഴിഞ്ഞ മാച്ച് തോറ്റത് വരെ വി വാണ്ടഡ് സംതിങ് 170, 190 ചേസ് ചെയ്യണമായിരുന്നു. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ക്രിക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ടീമാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ സീരീസിൽ. അപ്പോൾ ഭയങ്കര വലിയ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ നമ്മുടെ ക്യാപ്റ്റനും ആ ഒരു ടീമിൻ്റെ അത്രയും കറേജിയസ് ആയിട്ട് മുന്നോട്ട് വന്ന് കളിക്കുന്ന ആ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ അതിൽ നിന്ന് കാണുന്നത്. അപ്പോൾ എന്തായാലും എത്ര വലിയ ടീമിനും ഏത് വെന്യൂലാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു തോൽവി ഇല്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലായത്. അപ്പോൾ ഈ സീരീസിൽ എന്തുവേണം ഉണ്ടായിക്കോട്ട് പോട്ടെ, ലൈക്ക് വി കൈൻഡ് ഓഫ് ഫീൽ ദാറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ഈസ് ഇൻ സേഫ് ഹാൻഡ്സ് ആഫ്റ്റർ വിറ്റ്നസിങ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ലാസ്റ്റ് 3 ടെസ്റ്റ് മാച്ചസ് എന്നുള്ളൊരു ഫീലാണ് ജെന്യുവനായിട്ട് എനിക്കും തോന്നുന്നത്. ലോർഡ്സിൽ ജയസൂര്യ ദാദയുടെ നാട്ടുകാരല്ലേ നമ്മളല്ലേ? അതെ. അപ്പം തന്നെ വേറെ അറിയാനുള്ളൊരു കാര്യം, ഈ രാജസ്ഥാൻ റോയൽസ് അതെ അതിൻ്റെ അഡ്മിൻ മലയാളിയാണോ? കുറേ നാളായിട്ട് മനസ്സിലുള്ളൊരു ചോദ്യമായിരുന്നു അത്. സഞ്ജുവിന് ഇപ്പോഴാണ് അത് കിട്ടിയത്. അതെ, എന്തായാലും നമ്മൾ എവിടെ പോയാലും അവിടെ ഒരു മലയാളി കാണുമെന്ന് പറയുമല്ലോ. അപ്പോൾ ഞാൻ രാജസ്ഥാൻ റോയൽസ് ഓഫീസിൽ പോയപ്പോൾ അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിൽ ഒരു മലയാളി ഉണ്ട്. അത് ഒരു വലിയ ടീമാണ് മാനേജ് ചെയ്യണത്. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും ഒരു 1-2 മലയാളികളുണ്ട് അതിൽ. നമ്മുടെ കേരള തനിമ, ലാംഗ്വേജ്, മറ്റു സാധനങ്ങളൊക്കെ അനുകരിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഷമി മലയാളം പറയുന്നു, ഷമ്മി ഹീറോയാടാ, ചഹല് കീലേരിയച്ചു ആകുന്നു. അതൊക്കെ എങ്ങനെ സഞ്ജു തന്നെ പഠിപ്പിച്ചെടുക്കുന്നതാണോ? പിന്നെ ഉറപ്പായിട്ടും നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ആകുമ്പോൾ നമ്മൾ കുറേ നല്ല റിലേഷൻസ് ഡെവലപ്പ് ചെയ്ത് നല്ല ഡീപ്പായിട്ട് പോകുമല്ലോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇത്രയും ഹൈ പ്രഷർ മൊമെൻറ്റ്സിൽ കുറച്ച് സന്തോഷിക്കാനും കുറച്ച് ഫൺ ടൈംസിനൊക്കെ നമ്മളെല്ലാവരും കൊതിക്കുന്ന ഒരു സ്റ്റേജിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ തന്നെയാണ് അങ്ങോട്ട് പോയി
ചോദിക്കുന്നത്. നമ്മൾ ഷമി ഭായിയുടെയൊക്കെ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞതാണ്. ആ സമയത്ത് നമുക്ക് ഈ സിനിമ ഇറങ്ങിയ സമയമായിരുന്നു, കുംബ്ലിംഗ് നൈറ്റ്സ് ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് എനിക്ക്. അപ്പോൾ ഷമി ഭായി ആ മാച്ച് എന്തോ സൂപ്പർ ഓവർ എറിഞ്ഞ് നമ്മളെ ജയിപ്പിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഷമ്മി ഹീറോ ആടാ ഹീറോ. അപ്പോൾ അങ്ങനെ പോയി ഞാൻ പറഞ്ഞ് ചേട്ടൻ ഇത് കാണിച്ചു, ചേട്ടാ ഇത് ഇപ്പോൾ ഭയങ്കര ഇതാണ്, നമുക്കൊന്ന് ചെയ്താലോ. അപ്പോൾ പുള്ളിക്കും ഭയങ്കര സന്തോഷമായിരുന്നു, അതങ്ങ് ചെയ്തു തുടങ്ങി. പിന്നെ ചെഹലിന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ യൂസിക്ക് നമ്മുടെ മലയാളം സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പുള്ളി ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ള ഒരാളെ പിന്നെ ചെയ്യിപ്പിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമില്ല. അപ്പോൾ ആ റീല് ഞാൻ 2 ദിവസം മുമ്പ് കണ്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ പുള്ളി ഭയങ്കരമായിട്ട് ഇറങ്ങി അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അത് നാച്ചുറലി ആ ഒരു സംഭവം ടാലൻ്റ് അകത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ യൂസിക്ക് അപ്പോൾ എൻ്റെ കൂട്ടുകാർ കുറേ പേരുണ്ട് ഇവിടെ മലയാളം സിനിമയിൽ. ചെഹലിനൊരു റോൾ ഉണ്ടെങ്കിൽ നമുക്ക് യൂസി സിനിമ അഭിനയിക്കാൻ റെഡിയാണ്, അഭിനയിപ്പിക്കും വൈകാതെ അല്ലേ? അതെ. ഇപ്പോൾ ധോണി, വിരാട്, രോഹിത് ഉൾപ്പെടെയുള്ള ക്യാപ്റ്റൻസിൻ്റെ കൂടെ സഞ്ജു കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യാപ്റ്റന്മാരിൽ ഭയങ്കര ഒരു കേപ്പബിലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ എല്ലാവരും കേപ്പബിലിറ്റി ഉള്ള ക്യാപ്റ്റന്മാരാണ്. സഞ്ജുവിന് കുറച്ചധികം കംഫർട്ട് തോന്നിയിട്ടുള്ള ക്യാപ്റ്റൻ ആരാണ്? അങ്ങനെ കംഫർട്ട് തോന്നുന്നത് അങ്ങനെ വലുതായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും ഓരോരോ സ്ട്രെങ്സ് ഉണ്ട്. എല്ലാവർക്കും 3 ക്യാപ്റ്റന്മാർ 3 രീതിയിൽ ടീമിനെ വർക്ക് ചെയ്യുന്ന ക്യാപ്റ്റന്മാരാണ്. അപ്പോൾ അവരവരുടെ സ്ട്രെങ്സ് മനസ്സിലാക്കി അവരുടെ കൂടെ ജെല്ല് ചെയ്യാനേ ഒരു ടീംമേറ്റ് നോക്കത്തുള്ളൂ. അപ്പോൾ അല്ല ഇതെൻ്റെ സ്ട്രെങ്ത് അല്ല, അല്ലെങ്കിൽ അതെൻ്റെ സ്ട്രെങ്ത് ആണ് ആയിരിക്കും, അങ്ങനെ ഒരിക്കലും നോക്കിയിട്ടില്ല. ഒരു ലീഡർ, നമുക്കൊരു സ്ട്രോങ് ലീഡർ ടീമിലുണ്ടെങ്കിൽ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസും അവർ സൂട്ട് ചെയ്യുന്ന ഒരു ടീമിൻ്റെ എൻവയറമെൻറ്റ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുക. അതേ എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ കേരള ക്രിക്കറ്റിലേക്ക് നമുക്ക് വരാം. KCL സീസൺ 2 ഇതപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. സഞ്ജു ആദ്യമായിട്ട് KCLൻ്റെ ഭാഗമാവുന്നു. സഞ്ജു കളിക്കാൻ പോകുന്നത് ഏട്ടൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ്. അപ്പോൾ KCL സഞ്ജുവിൻ്റെ ഒരു എൻട്രി എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് കാണുന്നത്? എൻട്രി ഉറപ്പായിട്ടും ഞാൻ കഴിഞ്ഞ വർഷം കളിക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം വേറെ കുറേ മാച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വർക്ക് ലോഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് KCA റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ സമ്മതിച്ചു, കുഴപ്പമില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മുടെ KCA സെക്രട്ടറി വിനോദ് സാർ പറഞ്ഞായിരുന്നു, സഞ്ജു ഈ വർഷം ഒന്ന് കളിച്ചൂടെ എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് ഉറപ്പായിട്ടും KCA നമുക്ക് ഇത്രയും വർഷമായിട്ട് കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും കുറേ അപ്സ് ആൻഡ് ഡൗൺസ്, ഒരു ലോങ് റിലേഷൻ ആകുമ്പോൾ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിനോദ് സാറ് പറഞ്ഞിരുന്നു ഈ വർഷം കളിച്ചാൽ കൊള്ളായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും സാർ കളിച്ചിരിക്കുക എന്നുള്ളൊരു ഫീല് വന്നിരുന്നു. അപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഫീലാണ്. ക്രിക്കറ്റേഴ്സും ക്രിക്കറ്റ് ഫാൻസിന് ഏറ്റവും നല്ലൊരു സ്റ്റേജാണ് ഒരുക്കിയിട്ടുള്ളത്. കേരള ക്രിക്കറ്റ് കുറച്ചുകൂടെ ഒന്ന് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ KCL നൽകുന്നത്. അപ്പോൾ അത് ഈ കളിക്കുന്ന പ്ലേയേഴ്സിനും കളി കാണാൻ വരുന്ന കുറേ സപ്പോർട്ടേഴ്സിനും എല്ലാവർക്കും വലിയൊരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ വർഷം നടത്തിയ രീതി ഭയങ്കര നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. നല്ല ഓർഗനൈസേഴ്സാണ് നടത്തുന്നത്. പിന്നെ അതിന് കുറേ നല്ല ടാലൻറ്റ്സ് പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വിഘ്നേഷ് പുത്തൂർ പോലെ ഒരാൾ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു ഹിഡൻ ടാലൻ്റ് ആയിരുന്നു. പക്ഷേ ആ KCL കളിച്ചുകൊണ്ട് മാത്രമാണ് പുള്ളി മുംബൈ ഇന്ത്യൻസ് ടീമിലൊക്കെ വന്നത്, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സ്പിന്നറായി മാറിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിലുള്ളത് നമ്മളെല്ലാവരും ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ വർഷങ്ങൾ മുമ്പ് ബാക്കി നാട്ടിലൊക്കെ KCL നടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമാണ്, എന്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ KCL ഉള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് നടത്തിയ ഒരു വലിയൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ നടക്കും നമ്മുടെ ലാലേട്ടൻ നമ്മുടെ ലീഗിൻ്റെ അംബാസഡറായിട്ട് വന്നിട്ടുണ്ട്. കുറേ നമ്മുടെ സിനിമയിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലീഗിൻ്റെ ചാമ് വലുതായിട്ട് മുകളിലോട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഒരു പരിപാടി കഴിഞ്ഞ് KCLൻ്റെ ലോഞ്ച് കഴിഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ലീഗാണ്, അപ്പോൾ ഇത് നമ്മളെല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരു വലിയ സംഭവം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏറ്റവും പാട്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നാട്ടിലെല്ലാ ക്രിക്കറ്റ് ഫാൻസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെയും ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് KCLനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ. സാലിയാണ് കൊച്ചിയുടെ ക്യാപ്റ്റന്, സഞ്ജു വൈസ് ക്യാപ്റ്റന്. ഏട്ടൻ്റെ കൂടെ ഒരു കളത്തിലിറങ്ങുമ്പോൾ ഏട്ടൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ്? നിങ്ങൾ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ടാവും ഒരുമിച്ച്? അതെ, ഉറപ്പായിട്ടും. ഞങ്ങൾ പണ്ടേ ഡൽഹിയിൽ മുതലേ കളിച്ചു തുടങ്ങിയതല്ലേ? നമ്മൾ ഒരേ സ്കൂളിൽ കളിച്ച് ഒരേ ടൂർണമെൻറ്റ്സ് കളിച്ച് നമ്മൾ ഒന്നിച്ചാണ് വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചേട്ടന് ചെറിയ ഇഞ്ചുറിയൊക്കെ വന്നിട്ട് ചേട്ടൻ ഒന്ന് ലാഗായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ച് വീണ്ടും ചേട്ടൻ ഇവിടെ ഡൊമസ്റ്റിക് ടൂർണമെൻറ്റ്സ് കളിക്കുന്നുണ്ട്. AGS ഓഫീസിന് വേണ്ടിയാണ് കളിക്കുന്നത്. അപ്പോൾ സെഞ്ചുറി അടിച്ചു. അതെ, ഒരു സെഞ്ചുറി അടിച്ചു. അപ്പോൾ ക്രിക്കറ്റിനുള്ള ഒരു പാഷൻ പുള്ളിക്കകത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനത്തെ ഒരു ലീഗൊക്കെ വരുമ്പോൾ വീണ്ടും അതൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഏജ് കഴിഞ്ഞാൽ
നമുക്കൊരു എൻട്രി ഇല്ല ക്രിക്കറ്റിലോട്ട്. അപ്പോൾ കുറേ പേര് ദുബൈയിലോട്ട് പോയി, കുറേ പേര് ഇംഗ്ലണ്ടിലോട്ട് പോയി ജോലി അന്വേഷിച്ച് പോയി. അപ്പോൾ ഈ KCL എന്ന് പറഞ്ഞൊരു സംഭവം ഒരു റീ എൻട്രി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേട്ടനൊരു റീ എൻട്രി ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി കേട്ട് നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൽ തന്നെ നമ്മുടെ KJ രാകേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പോൾ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പോൾ ചേട്ടൻ കഴിഞ്ഞ വർഷം നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെലക്ടറായിരുന്നു. അപ്പോൾ ചേട്ടന് ഈ KCL എന്ന് പറഞ്ഞ സംഭവം കളിക്കണമെന്ന് പണ്ടേ ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി ആ സെലക്ടർ സംഭവം റിസൈൻ ചെയ്ത് ഇപ്പോൾ പ്ലെയറായിട്ട് കളിക്കാൻ വന്നിരിക്കുകയാണ് ഓപ്ഷനിൽ. അപ്പോൾ ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ട് നമ്മുടെ ടീമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര വലിയ സ്റ്റോറിയാണല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ലൊരു മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ്. പിന്നെ ചേട്ടൻ്റെ കൂടെ കളിക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മൾ കുറേ പണ്ട് സിറ്റി ക്രിക്കറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയദർശൻ സാറിൻ്റെ ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവിടെ നമ്മൾ ഒന്നിച്ച് കളിച്ച് തുടങ്ങിയാണ്. പിന്നെ അണ്ടർ-16 കേരളത്തിന് കളിച്ചിട്ടുണ്ട്, അണ്ടർ-19 കളിച്ചിട്ടുണ്ട്, സീനിയർ ക്യാമ്പ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ കുറച്ച് ഗ്യാപ്പായി നമ്മൾ ഒന്നിച്ച് കളിച്ചിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് വീട്ടിൽ. അച്ഛനും അമ്മയ്ക്കും എൻ്റെ വൈഫിനും എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ചേട്ടന് ഞാൻ ഒരു ടീമിൽ കളിക്കാൻ പോകുന്നത്. അച്ഛനെ കൂടി അതിൽ പറയാതെ പോകാൻ പറ്റില്ല. കാരണം കരിയർ കളഞ്ഞിട്ടാണ് അദ്ദേഹം മക്കളുടെ സാലിയുടെയും സഞ്ജുവിൻ്റെയും ഭാവിക്ക് വേണ്ടിയിട്ട് ഡൽഹി പോലീസിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം സഞ്ജു ചിന്തിക്കാറുണ്ട്. കാരണം സഞ്ജു അത്രയും ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിലാണ് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് നല്ലൊരു ജോലി കളഞ്ഞ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ മക്കൾ കളിക്കും, എന്നെ പ്രൗഡാക്കും എന്നുള്ളൊരു മൊമെന്റ് അച്ഛന് അന്നേ അറിയായിരുന്നു എന്നുള്ളൊരു സാധനം. അത് പിന്നെ സഞ്ജു ആലോചിക്കുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? പിന്നെ നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കില്ല, എന്താണ് അച്ഛനും അമ്മയും പറയണമല്ലോ അങ്ങ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു പേരൻസ് എടുക്കുന്ന ഡിസിഷൻസും പിന്നെ മക്കളും പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ അവരുടെ വീട്ടിലുള്ള സപ്പോർട്ടിനെ പറ്റി പറയും. അപ്പോൾ ഞാനും ആലോചിച്ച് തുടങ്ങിയത് ഒരു 19-20 ഒക്കെ ആയപ്പോഴാണ് ആലോചിച്ച് തുടങ്ങി, അയ്യോ എൻ്റെ അച്ഛനൊക്കെ ചെയ്ത് വലിയ സംഭവമായിരുന്നു അല്ലേ. അച്ഛനും അമ്മയൊക്കെ ഡൽഹിയിൽ ഫുൾ ലൈഫ് സെറ്റിലായിരുന്നു, എല്ലാം അവിടെ ജോലി എല്ലാം ഉണ്ട്. അതൊക്കെ വിട്ടിട്ട് നാട്ടിൽ ഒരു ഹോപ്പിലാണ് വന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ എൻ്റെ മക്കൾ കളിക്കും എന്നുള്ളൊരു ധൈര്യത്തിൽ മാത്രമാണ് അവിടുത്തെ ജോലിയൊക്കെ വിട്ട് നമ്മുടെ നാട്ടിൽ വിഴിഞ്ഞത്തൊന്ന് നമ്മൾ സെറ്റിലായത്. അപ്പോൾ ആ ഒരു ധൈര്യം എന്തായാലും ഏറ്റവും വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എൻ്റെ പേരൻസ് തന്നെയാണ് ഉറപ്പായിട്ടും. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ്. ഇപ്പോൾ കൂടെ ചാരു കൂടെ ഉണ്ട്. ചാരുവിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഉറപ്പായിട്ടും നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എളുപ്പമല്ല ഇന്ത്യൻ ക്രിക്കറ്റർ എന്നുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ കുറച്ച് എളുപ്പമല്ല, കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും, കൂടെ ഉണ്ടാവാൻ പറ്റണമെന്നില്ല, മാച്ചും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലെല്ലാം നമുക്ക് കൂടെ ഉള്ള ആളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും. അപ്പോൾ ചാരു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ യുവാനിസിൽ പഠിച്ച് നമ്മുടെ BA ഒക്കെ അതെ അതൊക്കെ പഠിച്ച് പാസ്സായി, സെക്കൻഡ് എവിടെ എന്തൊക്കെയോ വലിയ റാങ്ക് ഒക്കെയാണ് ലെവല കോളേജിലൊക്കെ പോയി പഠിച്ച് വലിയ ആളായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ആൾക്കാരാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കരിയർ മുന്നോട്ട് പോകുന്നുണ്ട്, ചാരുവിൻ്റെ കരിയർ ഭയങ്കര സ്പാർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു അവസരത്തിൽ കറക്റ്റ് ആ സമയത്താണ് ചാരു തീരുമാനിച്ചത് സഞ്ജുവിനാണ് കുറച്ചുകൂടെ ബാക്കിങ്ങിൻ്റെ ആവശ്യം. ചാരു ഉറപ്പായിട്ടും കരിയർ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു സമയവും ആ ഒരു എഫേർട്ട് എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് നമുക്ക് റിയലൈസ് ചെയ്യാം. അപ്പോൾ ആ ഒരു സാക്രിഫൈസ് എൻ്റെ വൈഫിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോളേജിലൊക്കെ പോകാറുണ്ട്, പഴയ കഥകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ദൈവം സഹിച്ച് നല്ലതായിട്ട് മുന്നോട്ട് പോകട്ടെ. സഞ്ജു അങ്ങോട്ടാണ് ഇഷ്ടം പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് പറഞ്ഞ് പുച്ഛിച്ചല്ലോ എന്നെ. അപ്പോൾ ഒരു ഒന്നൊന്നര വർഷം ഒരു 1.5 വർഷം പാടുപെട്ടിട്ട് സഞ്ജു ജൂനിയറിന്റെ കളിച്ചിട്ടുണ്ട് അല്ലേ? ജൂനിയർ അല്ലേ, ഞാൻ ഇന്ത്യ ഡെബ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ സ്റ്റാറാ. അതെ അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴൊക്കെ വലിയ കുറച്ച് സമയം എടുത്തിട്ടൊക്കെയാണ് സമ്മതിച്ചത്. ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ക്രിക്കറ്റിനൊപ്പം തന്നെ സഞ്ജു നന്നായിട്ട് ഫുട്ബോൾ കളിക്കാറുണ്ട്. സഞ്ജു സാലിയും അച്ഛനെല്ലാം കൂടി കളിക്കുന്ന വീഡിയോയും ഫോട്ടോ എല്ലാം ഭയങ്കര വൈറലായിരുന്നു. സഞ്ജു കളിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഫുട്ബോളിലേക്ക് വരുമ്പോൾ സഞ്ജുവിൻ്റെ ഫേവറേറ്റ് പ്ലെയർ ആരാണ്? ഫുട്ബോളിൽ കുറേ ഫേവറേറ്റ് താരങ്ങളുണ്ട്. പണ്ട് അച്ഛൻ ഫുട്ബോൾ കാണുന്നുണ്ട്, നമ്മൾ വീട്ടിൽ അച്ഛൻ്റെ കൂടെ ഇരുന്ന് കാണുന്നു. സന്തോഷ് ട്രോഫി പ്ലെയർ കൂടിയായിരുന്നു. അതെ അപ്പോൾ അച്ഛൻ ഇപ്പോഴും ഫുട്ബോളും ഒരു സ്വന്തമായിട്ടുള്ളൊരു ടീം ക്യാരി ചെയ്ത് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഹിമാചലിൽ പോയി ട്രോഫി അടിച്ചിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്രേസ് ഉള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫുട്ബോൾ ഭയങ്കര ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുട്ബോളർ ചോദിച്ചാൽ ലയണൽ മെസ്സിയാണ്. മെസ്സിയുടെ ഒരു സ്കിൽസും ആ ഒരു ടാലൻറ്റും ആ ഒരു ക്യാരക്ടറും നമ്മളെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അപ്പോൾ എന്തായാലും ഫേവറേറ്റ് ടീമിലേക്ക് നോക്കുമ്പോൾ ഫേവറേറ്റ് ടീം അങ്ങനെ വലുതായിട്ട് ഫുട്ബോൾ ഒരു
ഫാനല്ല, അല്ലെങ്കിൽ വന്ന് നാളെ രാത്രി കളി കൊണ്ടിരുന്ന് കാണണം അങ്ങനെയൊന്നുമല്ല. കാണുമ്പോൾ അങ്ങ് കണ്ടു പോകും, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ നമ്മുടെ ഈ മലപ്പുറം FC-യുടെ ഒരു പാർട്ട്ണറും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വർഷം കുറേ തിരക്കൊക്കെ ആയതുകൊണ്ട് മാച്ച് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വർഷം കുറേ പ്ലേയേഴ്സിനെ മനസ്സിലാക്കണം, ടീമിൻ്റെ എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞങ്ങളെ നാട്ടിൽ നിന്നുള്ള ടീം കൂടിയാണ് മലപ്പുറം FC. അപ്പോൾ സഞ്ജു അടുത്ത ദിവസം എന്തായാലും കൂടെ വരും. അതെ അതെ, ഉറപ്പായിട്ടും. KCAയുടെ സപ്പോർട്ട് നമുക്കറിയാം. സഞ്ജു ഒരു എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ 19 വർഷമായിട്ട് കേരളത്തിന് വേണ്ടി പല ഏജ് കാറ്റഗറിയിലായിട്ട് കളിക്കാൻ. 19 വർഷം എന്ന് പറഞ്ഞൊരു ലോങ് കരിയറാണ്. അപ്പോൾ ഈ ഇത്രയും വർഷം കളിക്കുന്നതിൻ്റെ ഒരു പിന്തുണ എല്ലാ ഘട്ടത്തിലും സഞ്ജുവിന് കിട്ടി എന്നൊരു തോന്നലുണ്ടോ? ഞാൻ പറയാൻ കാരണത്തിൽ ഒരു കാരണം, സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ വേൾഡ് കപ്പ് വിന്നർ കൂടിയായ ശ്രീശാന്തിനെ ഉൾപ്പെടെ ബാൻ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ്. അല്ല, KCA എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേരള ക്രിക്കറ്റ് കോംപ്ലക്സ് നമ്മുടെ തൈക്കാടിൽ വരുന്നത് 10ാം വയസ്സിലാണ് എൻ്റെ അച്ഛനും അമ്മയുടെ കൂടെ. അപ്പോൾ ആ സമയം മുതൽ ഇന്ന് വരെ ഞാൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു സ്ഥാനത്ത് എത്തിയെന്ന് വെച്ചാൽ ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു സ്റ്റേജ് തന്നുകൊണ്ടാണ്. അപ്പോൾ KCA എന്നുള്ളൊരു സംഭവം നമുക്ക് ഒരു പ്ലാറ്റ്ഫോം തന്നുകൊണ്ടും ഒരു ബാക്കിംഗ് ഉള്ളതുകൊണ്ടും ആ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്ത് തന്നുകൊണ്ടാണ് നമുക്ക് അവിടെ പോയി പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗ്രേറ്റ്ഫുൾനെസ് അവർക്ക് വേണ്ടി എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് മുതൽ എൻ്റെ കോച്ച് ബിജു സാർ, അതേ സമയത്തുള്ള കുറേ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയശേട്ടൻ പറഞ്ഞ പോലെ ഒരു 19 വർഷമായി. അപ്പോൾ ഇത്രയും ലോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ആ റിലേഷൻഷിപ്പ് ജെന്യുവൻ ആണെങ്കിൽ ഉറപ്പായിട്ടും കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, നമ്മൾ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ നല്ലതാണെങ്കിൽ നല്ലത് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ ഇതിലും അങ്ങനത്തെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയുള്ളൊരു കാര്യങ്ങൾ സംസാരിക്കാൻ അങ്ങോട്ട് പോയിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എനിക്കാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആവശ്യം. കാരണം എനിക്കൊരു പ്ലാറ്റ്ഫോം, എൻ്റെ ക്രിക്കറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എനിക്കൊരു പ്ലാറ്റ്ഫോം തരുന്ന KCAക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങോട്ട് പോയിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഇന്ത്യൻ ടീമിൻ്റെ മാച്ചസ് നടക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് IPL ഉടനെ നടന്ന് IPL കഴിഞ്ഞുകൊണ്ട് നാട്ടിൽ വന്നപ്പോൾ അടുത്ത ദിവസം ഞാൻ KCA ഓഫീസിൽ പോയി വിനോദ് സാറായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വിനോദ് സാർ എന്നെ ഈ 19 വർഷമായിട്ട് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ സാറ് KCAയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി വിനോദ് സാറായിട്ട് സംസാരിച്ച് പല പ്രശ്നങ്ങളും സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നേരിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കുറേ മിസ്കമ്മ്യൂണിക്കേഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ അതിന് പല ക്ലാരിറ്റീസും ഉണ്ടായി. അപ്പോൾ അതിന് ആ സംഭവങ്ങളൊക്കെ അങ്ങ് ബെറ്ററായി പോയി. പിന്നെ അവിടെ പോയിട്ട് ഞാൻ ആകെ ആവശ്യപ്പെട്ട ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ചേട്ടനായ ശ്രീശാന്ത് ഏട്ടനെ ഒന്ന്, ഞാൻ ഭയങ്കര ഹമ്പിളായിട്ടാണ് ഞാൻ വിനോദ് സാറിനെ റിക്വസ്റ്റ് ചെയ്തത്. വിനോദ് സാർ നമ്മുടെ സെക്രട്ടറിയാണ്, KCAയുടെ സെക്രട്ടറി ആകുമ്പോൾ വിനോദ് സാർ പറഞ്ഞിരുന്നു. ഞാൻ വിനോദ് സാർ എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റാണ്, നമ്മൾ ശ്രീശാന്ത് ഏട്ടൻ ആണ് കേരളത്തിൻ്റെ ഒരു വൈബ്. ടിനു ചേട്ടനും ശ്രീശാന്ത് ഏട്ടനെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇന്ത്യ കളിക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ. അപ്പോൾ ശ്രീശാന്ത് ഏട്ടനൊക്കെ കഴിഞ്ഞ വർഷം കേരള ക്രിക്കറ്റ് ലീഗിൽ ഏറ്റവും വലിയ, നമുക്ക് നാട്ടിൽ നിന്ന് ഒരാൾ ശ്രീശാന്ത് ഏട്ടൻ ഉണ്ടാകുമ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജി ഭയങ്കരമാണ്. അപ്പോൾ ചേട്ടന് ഈ വർഷം KCL മിസ് ചെയ്യുമെന്നൊക്കെ എല്ലാവർക്കും ഉള്ളപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് റെഡിയാക്കാം എന്നുള്ളൊരു റിക്വസ്റ്റ് ഞാൻ വിനോദ് സാറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇപ്പോഴും 1 മാസമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവർക്കും ആ ഒരു നമുക്ക് വിഷമങ്ങൾ വേണ്ടല്ലോ. വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ KCAയുടെ ലോഞ്ചിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട്. അപ്പോൾ മനസ്സിലാക്കുന്ന എല്ലാം ഓക്കെ ആവുന്നു. അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇത്രയും വലിയ റിലേഷൻഷിപ്പ് ആകുമ്പോൾ ശ്രീശാന്ത് ഏട്ടന് എത്ര വർഷമായി കാണും? എനിക്ക് 19 വർഷമായി. ശ്രീശാന്ത് ഏട്ടൻ 10-25 വർഷമായിട്ട് KCA ആയിട്ട് റിലേഷനിലാണ്. അപ്പോൾ അതിൽ താഴെ മുകളിലൊക്കെ ആകുമ്പോൾ അപ്പോൾ അത് സംസാരിച്ച് ശരിയാക്കാം. ക്രിക്കറ്റിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിൽക്കുക, എനിക്ക് അതാണ് ആഗ്രഹം. അപ്പോൾ ഉറപ്പായിട്ടും അതിലൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടാവുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉറപ്പായിട്ടും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവട്ടെ. ഇനി അവസാനമായിട്ട് ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹം കൂടിയാണ്, മിക്കവാറും ഇത് കാണുന്ന എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. സഞ്ജു നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സഞ്ജുവിൻ്റെ നാട്ടിൽ കളിക്കുന്ന ഒരു മൊമെന്റ്, അന്ന് ഒരു തവണ സബ് ലിസ്റ്റിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു കയ്യടിയൊക്കെ നമുക്കറിയാം. രവിശാസ്ത്രി എല്ലാവരും സഞ്ജുവിന് ചീർ ചെയ്യുമ്പോൾ സഞ്ജു പറയേണ്ടി വന്നു ഇന്ത്യക്ക് വേണ്ടി ചീർ ചെയ്യാൻ. അപ്പോൾ ഇനി എന്നുണ്ടാവും അത്? ഇനിയിപ്പോൾ ജനുവരിയിൽ നമ്മുടെ ഗ്രീൻഫീൽഡിൽ കളി നടക്കുന്നുണ്ട്. സഞ്ജുവിനെ ഞാൻ കയ്യിലൊക്കെ കാണണം, വലിയ ആഗ്രഹമാണത്. ഉറപ്പായിട്ടും എനിക്ക് എല്ലാവരെയും കാട്ടിയും എനിക്കാണ് ഭയങ്കര ആഗ്രഹം. എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇന്ത്യൻ കുപ്പായിട്ട് എൻ്റെ നാട്ടുകാരും എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടുകാരുടെ ഫ്രണ്ടിൽ ആ ഒരു ഡ്രീം ഒരു ഭയങ്കര ലൈഫ് ടൈം അച്ചീവ്മെന്റ് തന്നെ ആയിരിക്കും. തമാശ അറിയുന്നല്ല. അതെ. അപ്പോൾ അത് ഇനി ജനുവരി എന്ന് പറഞ്ഞ കുറച്ച് നല്ല മാസങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ
ദിവസങ്ങളോളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ദൈവം സഹായിച്ച് അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ വേണം, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും സഞ്ജു ഒരുപാട് സന്തോഷം. കുറേ നാളിന് ശേഷം സഞ്ജുവിനെ കാണാൻ കഴിഞ്ഞു, ഒരുപാട് സംസാരിക്കാൻ കഴിഞ്ഞു. വലിയ സന്തോഷം സഞ്ജു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഐ എൻജോയ് ചെയ്ത്. താങ്ക് യു.